അപ്പൊ നമ്മൾ ഒപ്റ്റിക്സിന്റെ ഡിസ്കഷൻ ആണ്. നമ്മൾ ഈ ഇതിൻ്റെ അകത്ത് ഒരുപാട് ഇക്വേഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. എല്ലാം നന്നായിട്ട് നോക്കണം, ബിക്കോസ് ഭയങ്കര വലിയൊരു മൊഡ്യൂൾ ആണ്. ആൻഡ് ഇതിൽ നിന്നാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത്. സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് എ വിർച്വൽ ഇമേജ് ലാർജർ ദാൻ ദി ഒബ്ജക്ട് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് ബൈ. ഒബ്ജക്റ്റിനെക്കാട്ടിൽ വലിയ വിർച്വൽ ഇമേജ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇതിൽ പറയുന്നതിൽ ഏതാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി കോൺകേവ് മിറർ. യെസ്, കോൺകേവ് മിറർ ആണ് കേട്ടോ. കോൺവെക്സ് മിറർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് വിർച്വൽ ഇമേജ് ആണ്. പക്ഷെ കോൺവെക്സ്, ഓപ്ഷൻ ബി കോൺവെക്സ് മിറർ പറഞ്ഞ ആള്, കോൺവെക്സ് മിറർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇത് കോൺകേവ് മിറർ. കോൺകേവ് മിററിന്റെ കേസിൽ നമുക്ക് എല്ലാ കേസിലും റിയൽ ഇമേജ് ആണ് കിട്ടുന്നത്, എക്സെപ്റ്റ് ഫോർ ദി ലാസ്റ്റ് വൺ കിട്ടുന്നത്. അതായത് വേണ്ട ഇമേജ് ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് ബിറ്റ്വീൻ ഫോക്കസ് ആൻഡ് പോൾ. ദ ഇമേജ് ഫോംഡ് ഈസ് വിർച്വൽ, ഇറക്റ്റ് ആൻഡ് എൻലാർജ്ഡ്. വലിയ ഇമേജ് ആയിരിക്കും നമുക്ക് കിട്ടാം. ഇനി കോൺവെക്സ് മിററിന്റെ കേസിൽ എപ്പോഴും നമുക്ക് കിട്ടുന്ന ഇമേജ് ഡിമിനിഷ്ഡ് ഇമേജ് ആയിരിക്കും. ഓക്കെ, കോൺവെക്സ് മിററിന്റെ കേസിൽ ഡിമിനിഷ്ഡ് ഇമേജിലായിരിക്കും. കോൺവെക്സ് ലെൻസിന്റെ കേസിലാണെങ്കിൽ നമുക്ക് എൻലാർജ്ഡ് ആയിട്ടുള്ള ഇമേജ് കിട്ടും, പക്ഷെ അത് എന്താണ്, റിയൽ ഇമേജ് ആണ്. ഓക്കെ, സോ കോൺകേവ് മിറർ ആണ് അവിടുത്തെ റൈറ്റ് ആൻസർ. നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്. എ റേ ഓഫ് ലൈറ്റ് പാസസ് ഫ്രം വാക്വം ഇൻടു എ മീഡിയം ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മ്യൂ. വാക്വത്തിൽ നിന്ന് മ്യൂ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള ഒരു മീഡിയത്തിലേക്ക് പോവാണ്. മാഡം അടുത്ത സ്ലൈഡിലോട്ട് മാറിയിട്ടില്ല. ഓക്കെ വന്നോ? ഓക്കെ, ഐ തിങ്ക് നെറ്റ്വർക്ക് എറർ ആണോ എന്ന് സംശയമുണ്ട്. ഓക്കെ, അപ്പോൾ റേ ഓഫ് ലൈറ്റ് പാസസ് ഫ്രം വാക്വം ഇൻടു എ മീഡിയം ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മ്യൂ. The angle of refraction is found to be twice the angle of incidence. Then the angle of refraction is. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവോ? വളരെ എളുപ്പത്തിൽ ചെയ്ത് നോക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഐ തിങ്ക് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്ത് നോക്കിയിട്ടുണ്ട് ഓൾറെഡി. ഓപ്ഷൻ സി ആണോ? ഓപ്ഷൻ സി അല്ല, ഓപ്ഷൻ ബി 2 cos inverse 1/2. ഓപ്ഷൻ ഏതാണ് പറഞ്ഞത്? ഓപ്ഷൻ ബി cos inverse 1/2. ചോദ്യം നോക്കിക്കടാ. എന്റെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഓപ്ഷൻ ബി അല്ലേ? ഓക്കെ, നമുക്ക് ചെയ്ത് നോക്കാം. A ray of light passes from vacuum into a medium of refractive index mu. Then the angle of refraction is found to be twice the angle of incidence. So R equal to 2I. അങ്ങനെയാണെങ്കിൽ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആണ് നമ്മൾ ചോദിച്ചേക്കുന്നത്. നമ്മളിവിടെ റിഫ്രാക്ഷൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ വി ക്യാൻ ഗോ വിത്ത് ദി സ്നെൽസ് ലോ. സ്നെൽസ് ലോ പറയുന്നത് എന്താണ്? സൈൻ ഐ ബൈ, യെസ്, എ ആണ് ആൻസർ. സൈൻ ഐ ബൈ സൈൻ ആർ ഇസ് ഈക്വൽ ടു മ്യൂ എന്നുള്ളതാണ്. അപ്പോ സൈൻ ഐ ബൈ സൈൻ ആറിന് പകരം നമുക്ക് എന്ത് എഴുതാം? സൈൻ 2i എന്ന് എഴുതാം, വിച്ച് ഇസ് ഈക്വൽ ടു മ്യൂ. സോ സൈൻ ഐ ബൈ സൈൻ 2i ന് നമുക്ക് സൈൻ 2 തീറ്റ എസ് 2 സൈൻ തീറ്റ കോസ് തീറ്റ, 2 സൈൻ ഐ കോസ് ഐ. സോ സൈൻ ഐ ഗെറ്റ് ക്യാൻസൽസ്. നമുക്ക് എന്ത് കിട്ടും? റീഅറേഞ്ച് ചെയ്യുമ്പോൾ 1 cos i is equal to 2 mu എന്ന് കിട്ടും. cos i is equal to 1/2 mu. So I is equal to cos inverse 1/2 mu. Okay, നമുക്ക് ചോദിച്ചിരിക്കുന്ന ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആണ്. സോ R equal to 2i ആണ്. Therefore R is equal to 2 into cos inverse 1/2 mu. Okay, കിട്ടിയോ? ചെയ്തത് എവിടെയെങ്കിലും സ്റ്റെപ്പ് ക്ലിയർ ആവാതെ ഉണ്ടോ ആർക്കെങ്കിലും?
ഓക്കെ, അപ്പൊ ഐ തിങ്ക് ഇറ്റ് ഈസ് ഫൈൻ. ഇവിടെ നിങ്ങൾ ചാടിക്കയറി ഉത്തരം പറഞ്ഞപ്പോൾ ശ്രദ്ധിക്കാതെ പോയൊരു കാര്യം ഐ കിട്ടി. ഐയുടെ വാല്യൂ ആണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മൾ ചോദ്യത്തിൽ ചോദിച്ചേക്കുന്ന ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആണ്. അപ്പോൾ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഇസ് ട്വൈസ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. നമ്മൾ അത് വെച്ചത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുക്കാം. ദാറ്റ്സ് ഓൾ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആരും മൈക്ക് ഓൺ ചെയ്തല്ലോ? ഓക്കെ, ഫൈൻ. Okay, the question: the image of an object formed by a device is always virtual and small. എപ്പോഴും virtual ആയിരിക്കും, small ആയിരിക്കും. Then ഓപ്ഷൻ ബി അല്ലേ? കേട്ടില്ല. ഓപ്ഷൻ ബി അല്ലേ, കോൺകേവ് ലെൻസ്? യെസ്, ഓപ്ഷൻ ബി കോൺകേവ് ലെൻസ് ആണ്. കോൺകേവ് ലെൻസ് ആണ് എപ്പോഴും വിർച്വൽ ആയിട്ടുള്ള. രണ്ട് കേസേ ഉള്ളൂ. രണ്ട് കേസിലും വിർച്വൽ ആൻഡ് സ്മോൾ ഇമേജ് ആണ് ഫോം ചെയ്യുന്നത്. Okay, the focal length of a convex lens depend upon ഒരു കോൺവെക്സ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ്: ഫ്രീക്വൻസി ഓഫ് ദി ലൈറ്റ് റേ, വേവ് ലെങ്ത് ഓഫ് ദ ലൈറ്റ് റേ, ബോത്ത് എ ആൻഡ് ബി, നെയ്തർ എ നോർ ബി. കേട്ടില്ല. സ്ലൈഡ് മാറുന്നില്ല അല്ലെ? തേർഡ് വൺ കണ്ടിരുന്നോ? കണ്ടു. ഇപ്പൊ ഫോർത്ത് വന്നോ? ഇല്ല മാം. ഇപ്പൊ വന്നോ? വന്നു. ഓക്കെ, ഫൈൻ. ഓക്കെ, ക്വസ്റ്റൻ ഇതാണ്: ദ ഫോക്കൽ ലെങ്ത് ഓഫ് എ കോൺവെക്സ് ലെൻസ് ഡിപ്പെൻഡ് അപ്പോൺ ഫ്രീക്വൻസി ഓഫ് ദ ലൈറ്റ്, വേവ് ലെങ്ത് ഓഫ് ദ ലൈറ്റ്, ബോത്ത് എ ആൻഡ് ബി, നെയ്തർ എ ഓർ ബി. വേവ് ലെങ്ത് ഓഫ് ലൈറ്റ്. വേവ് ലെങ്ത് ഓഫ് ലൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് ആൻഡ് ഫ്രീക്വൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ബോത്ത് എ ആൻഡ് ബി ആണ് റൈറ്റ് ആൻസർ. ഫോക്കൽ ലെങ്ത് ഓഫ് കോൺവെക്സ് ലെൻസ് ആണെങ്കിലും അതെ, കോൺകേവ് ലെൻസ് ആണെങ്കിലും അതെ കേട്ടോ. ഇവിടെ നമുക്ക് ഇല്ലാത്ത ഒരു കാര്യം ഇത് മാത്രമല്ല, സറൗണ്ടിങ് മീഡിയത്തിനെ കൂടെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോ അതിപ്പോ നമുക്ക് സറൗണ്ടിങ് മീഡിയം എന്ന് പറയുമ്പോൾ അവിടെ വേവ് ലെങ്ത് ഇൻക്ലൂഡഡ് ആണ്. കാരണം മീഡിയം മാറുന്നതിനനുസരിച്ച് ലൈറ്റിന്റെ വേവ് ലെങ്ത് ചേഞ്ച് ചെയ്യും. ഇപ്പോൾ എയറിലുള്ള വേവ് ലെങ്ത് ആയിരിക്കില്ല ഒരു ലെൻസിനെ നമ്മൾ വാട്ടറിൽ പ്ലേസ് ചെയ്താൽ കിട്ടുന്ന വേവ് ലെങ്ത്. സോ അവിടെ സറൗണ്ടിങ് മീഡിയവും കൂടെ അവിടെ ഒരു ഫാക്ടറാണ്. ഫോക്കൽ ലെങ്ത്, ഫ്രീക്വൻസി. നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത സമയത്ത് മാം നമ്മുടെ ഫ്രീക്വൻസിക്ക് ഇൻഡിപെൻഡന്റ് ആണെന്ന് പറഞ്ഞിട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഫ്രീക്വൻസിക്ക് ഇൻഡിപെൻഡന്റ് ആണ്. ബട്ട് ഫോക്കൽ ലെങ്ത് ഫ്രീക്വൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമ്മുടെ ലെൻസ് മേക്കേഴ്സ് ഫോർമുല പറയുന്ന സമയത്ത് നമ്മൾ പറഞ്ഞില്ലേ മാം? ലെൻസ് മേക്കേഴ്സ് ഫോർമുലയിൽ അതേ വരുന്നുള്ളൂ. ബട്ട് ലെൻസ് മേക്കേഴ്സ് ഫോർമുലയിൽ F1/F സ്ഥാനത്ത് 1/F is equal to N21 minus 1 into 1/R1 minus 1/R2. അതില് വരുന്നില്ല. അതായത് ഇതൊരു ഇൻട്രിൻസിക് ഫാക്ടർ ആണ്. നമുക്ക് രണ്ട് കൈൻഡ് ഓഫ് ഫാക്ടേഴ്സ് വരും: എക്സ്ട്രിൻസിക്കും ഇൻട്രിൻസിക്കും. ഡയറക്റ്റ് ഡിപ്പെൻഡൻസ് നമുക്ക് ഇക്വേഷൻസിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതും മനസ്സിലാക്കാൻ പറ്റാത്തതും. സോ ഇവിടെ ഫോക്കൽ ലെങ്തിന്റെ കേസ് വരുമ്പോൾ ഫ്രീക്വൻസിനെയും വേവ് ലെങ്തിനെയും അതുപോലെ സറൗണ്ടിങ് മീഡിയത്തിനെയും ഫോക്കൽ ലെങ്ത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇതൊരു രണ്ട് ലെൻസിലും ഉണ്ടല്ലേ മാം? രണ്ട് കോൺകേവ് ലെൻസിലും സെയിം തന്നെയല്ലേ മാം? അതെ സെയിം തന്നെയാണ് കേട്ടോ. ലെൻസിന് സ്ഫെറിക്കൽ ലെൻസിനൊക്കെ സെയിം തന്നെയാണ്. സോ ഇതൊക്കെ പല എക്സാംസിന്റെയും പ്രീവിയസിൽ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും ഇട്ടിരിക്കുന്നത്. കോൺവെക്സ് ലെൻസ് സ്പെസിഫൈ ചെയ്ത് പറയാൻ കാരണം എന്താ മിസ്? അത് ചുമ്മാ ഒരു കൺഫ്യൂസിംഗ് ആക്കി ചോദിച്ചത്. അത് അവിടെ ഒന്ന് തോട്ട് വരാൻ വേണ്ടി ചോദിച്ചെന്നേ ഉള്ളൂ. അത് കോൺവെക്സ് ആണെങ്കിലും കോൺകേവ് ആണെങ്കിലും ഇത് അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. വെറുതെ ലെൻസ് എന്ന് ചോദിക്കാതെ ഒരു ലെൻസിന്റെ പേര് അങ്ങനെ ജസ്റ്റ് ഇട്ടു എന്നേ ഉള്ളൂ. ഓക്കെ. ഫ്രീക്വൻസിക്ക് ചേഞ്ച് വന്നില്ല. നമ്മൾ ലൈറ്റ് വേറെ മീഡിയത്തിലേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ സ്പീഡും വേവ് ലെങ്ത്തും ചേഞ്ച് ചെയ്യില്ലേ? V is equal to ന്യൂ ലാംഡ റിലേഷൻ വരുമ്പോൾ പിന്നെ ന്യൂ കോൺസ്റ്റന്റ് ആയിട്ടല്ലേ വരുള്ളൂ? അതെ. അതായത് ഇപ്പോ എക്കോ വരുന്നുണ്ടോ? ഓക്കെ, ഫൈൻ.
അതായത് ഇപ്പോ വേവ് ലെങ്ത്, ഒരു ലൈറ്റിന്റെ ഫ്രീക്വൻസി മാറുമ്പോൾ എൻറ്റയർലി ആ ലൈറ്റ് മാറില്ലേ? ഫ്രീക്വൻസി വേരി ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പോ നമ്മളുടെ വിസിബിൾ ലൈറ്റിന്റെ ഏതെങ്കിലും ഒരു കളർ, അതല്ലെങ്കിൽ നമ്മളിപ്പോ എക്സ്റേയോ ഗാമാറയോ അതുപോലുള്ള ലൈറ്റ് മാറുമ്പോൾ ഓഫ് കോഴ്സ് അതിന് എന്ത് സംഭവിക്കും? ഫോക്കൽ ലെങ്ത് വ്യത്യാസം വരില്ലേ? ഫ്രീക്വൻസി മാറാന്ന് പറഞ്ഞാൽ അതല്ലേ സംഭവിക്കുക. ഒരു പർട്ടിക്കുലർ എപ്പോഴും കോൺവെക്സ് ലെൻസിന്റെ കേസിൽ ഫോക്കൽ ലെങ്ത് എന്ന് പറയുമ്പോഴത്തേനും ഒരു പെയർ ഓഫ് ഗ്ലാസിനും ഒരു പെയർ ഓഫ് ലെൻസിനും ഒരു പെയർ ഓഫ് ലൈറ്റിനും ഒരു ലെൻസിനും കൺസിഡർ ചെയ്യുന്നില്ലെങ്കിൽ അല്ലേ എന്താണ് മീഡിയം ഡിപെൻഡൻസ് വന്നാലല്ലേ ചേഞ്ച് ചെയ്യാത്തത്. ഇവിടെ മീഡിയം ഡിപെൻഡൻസ് പറയാത്തതുകൊണ്ടാണോ ഫോക്കൽ ലെങ്ത് ഡിപെൻഡ് ചെയ്യുന്നു പറയുന്നത്? അതെ, ഫോക്കൽ ലെങ്ത് അതായത് ഈ 3 ഫാക്ടറും വരുന്നുണ്ട്. എക്കോ വരുന്നുണ്ടോ നിങ്ങൾക്ക്? ഞാൻ പറയുന്നത് എനിക്ക് തന്നെ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുന്നു. ഓക്കെ ഫൈൻ, ഇപ്പൊ കുഴപ്പമില്ല. സോ ഫ്രീക്വൻസി ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടറാണ്. നമുക്ക് പല 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 വേവ് ലെങ്തിലെ ലൈറ്റ്, പല പല ഫ്രീക്വൻസിയുള്ള ലൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഗാമാറേ, എക്സ്റേ, വിസിബിൾ, UV, IR. ഇതിനും ഒരു ഗ്ലാസിന്റെ ലെൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഓരോ ലൈറ്റ് എടുക്കുമ്പോഴും നമുക്ക് കിട്ടുന്ന ഫോക്കൽ ലെങ്ത് വേറെ വേറെ ആയിരിക്കും. ഒരു പെയർ ഓഫ് ലെൻസിനും ലൈറ്റിനും ആയിരിക്കും ഒരു പർട്ടിക്കുലർ വാല്യൂ ഓഫ് ഫോക്കൽ ലെങ്ത് കിട്ടുക. അത് ആ പെയർ മാറുന്നതിനനുസരിച്ച് ഫോക്കൽ ലെങ്ത് മാറും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഈ വേവ് ലെങ്ത്തിന്റെ കേസ് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ മീഡിയം മാറുമ്പോൾ തന്നെ വേവ് ലെങ്ത് ചേഞ്ച് ചെയ്യും. അപ്പൊ ആ വേവ് ലെങ്ത് ഓൾറെഡി അവിടെ മീഡിയം ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ മീഡിയം ചേഞ്ചിന്റെ കേസ് അല്ല നമ്മൾ പറയുന്നത്. ഒരു മീഡിയത്തിൽ നിന്ന് വേറൊരു മീഡിയത്തിലേക്ക് പോകുമ്പോൾ ഓഫ് കോഴ്സ് ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യത്തില്ല. നമ്മൾ ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യുക എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് ഇൻസൈഡ് ചെയ്യുന്ന ലൈറ്റിനെ മാറ്റുക എന്നുള്ളതാണ്. ഓക്കെ, മീഡിയം ചേഞ്ച് ഫ്രീക്വൻസിയും തമ്മിൽ ബന്ധമില്ല, അത് കറക്റ്റ് ആണ്. മീഡിയം ചേഞ്ച് ഫ്രീക്വൻസിയും തമ്മിൽ റിലേഷൻ ഇല്ല. Okay, next question ഇതാണ്. If magnification of a telescope in relaxed state is 19, അതായത് ഫോക്കസ്ഡ് അല്ലാത്ത ഒരു ഒബ്ജക്റ്റിനെ ഫോക്കസ് ചെയ്യാത്ത ഒരു പർട്ടിക്കുലർ റിലാക്സ്ഡ് സ്റ്റേറ്റിൽ അതിന് 19 ആണ് അതിന്റെ ഫോക്കൽ ലെങ്ത്. ആൻഡ് ലെങ്ത് ഓഫ് ദ ടെലസ്കോപ്പ് is 100 centimeter. Then calculate the focal length of objective and eyepiece. അങ്ങനെയാണെങ്കിൽ ഒബ്ജക്റ്റീവിന്റെയും ഐ പീസിന്റെയും ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ആക്ച്വലി നമ്മളിത് ഇക്വേഷൻസ് വെച്ച് സോൾവ് ചെയ്ത് പോകുന്നതിലും എളുപ്പം നമുക്ക് ഓപ്ഷനിൽ നിന്ന് പോകുന്നതായിരിക്കും. ഓപ്ഷനിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കാവോ? നമുക്ക് വേണ്ടത് ടെലസ്കോപ്പ് ആണ്. ടെലസ്കോപ്പിന്റെ മാഗ്നിഫിക്കേഷന്റെ ഇക്വേഷൻ എന്താണ്? അതെ, FO/FE ആണ്. FO/FE ആണ്. സോ അത് 90 എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഇതിൽ ഏത് പെയറിനാണ് FO/FE 90 കിട്ടുന്നതെന്ന് നമുക്ക് നോക്കാം. ഏത് പെയറിനാണ് കിട്ടുക? ഡി. ഓപ്ഷൻ ഡിക്കാണ് കിട്ടുക. ഓക്കെ, ഓപ്ഷൻ ഡിക്കാണ് FO/FE 90 എന്ന് കിട്ടുക. സോ ഇവിടെ നമുക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഓപ്ഷനിൽ നിന്ന് പോകുന്നതാണ് കുറച്ചുകൂടെ എളുപ്പം. നമുക്ക് സോൾവ് ചെയ്യുന്നതിനെക്കാട്ടിൽ ഒരുപാട് ടൈം നമുക്ക് ലാഭിക്കാൻ പറ്റും. പിന്നെ ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ അത്ര ഇമ്പോർട്ടന്റ് അല്ലാത്ത ഒരു കാര്യം നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് L = 100 സെന്റിമീറ്റർ എന്നാണ്. L = 100 സെന്റിമീറ്റർ. സപ്പോസ് ദാറ്റ് നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. FO = 38 സെന്റിമീറ്റർ. FE = 2 സെന്റിമീറ്റർ. ഓക്കെ, സോ ഈ ഒരു പർട്ടിക്കുലർ വാല്യൂ ഓഫ് FOയ്ക്കും FEക്കും മാഗ്നിഫിക്കേഷൻ നമുക്ക് എത്ര കിട്ടും? തന്നെ കിട്ടും. അപ്പൊ ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ എന്നുള്ളൊരു കൺഫ്യൂഷൻ വരും. അവിടെയാണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് L = 100 സെന്റിമീറ്റർ.
ഈ എൽ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് ദ ടെലസ്കോപ്പ് ട്യൂബ്, എൽ ഇസ് ഈക്വൽ ടു FO പ്ലസ് FE ആണ്. ഓക്കെ, എൽ ഇസ് ഈക്വൽ ടു FO പ്ലസ് FE ആണ്. അപ്പോൾ രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 100 കിട്ടണം. അത് ഈ ഓപ്ഷൻ ഡി ആണ്. F0 95ഉം 5ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 100 കിട്ടും. പക്ഷെ 38ഉം 2ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 40 കിട്ടുന്നുള്ളൂ. സോ അങ്ങനെ നമുക്ക് ഓപ്ഷൻ ചൂസ് ചെയ്യാം. ആദ്യമേ അത് പറയാതിരുന്നത് ഈ കേസിൽ എല്ലാ കേസിലും നമുക്ക് തന്നിരിക്കുന്ന 4 ഓപ്ഷനിലും FO പ്ലസ് FE നമുക്ക് 100 തന്നെ കിട്ടും. ഓക്കെ ആണോ? ഇത് അല്ലാതെ എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും? ഇതല്ലാതെ ഇപ്പൊ FO ബൈ FO ഇസ് ഈക്വൽ ടു 90. അതിൽ നിന്ന് നമുക്ക് FO ഇസ് ഈക്വൽ ടു 90 FE എന്ന് കിട്ടില്ലേ? ഓക്കെ. ഓക്കെ, അതുപോലെ തന്നെ L ഇസ് ഈക്വൽ ടു 100 സെന്റിമീറ്റർ ആണ്. അപ്പോൾ FO പ്ലസ് FE ആണ് 100 സെന്റിമീറ്റർ. അപ്പൊ FO പ്ലസ് FE ഇസ് ഈക്വൽ ടു 100 സെന്റിമീറ്റർ എന്ന് എഴുതാം. നമുക്ക് ഈ രണ്ട് ഇക്വേഷൻ ആയില്ലേ? ഇക്വേഷൻ 1 ആൻഡ് ഇക്വേഷൻ 2. സോ ഈ രണ്ട് ഇക്വേഷൻ നമുക്ക് സോൾവ് ചെയ്തെടുക്കാം. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 20 FE is equal to 100. 20 FE is equal to 100 എന്ന് കിട്ടും. 100 ഈക്വൽ ടു 100 എന്ന് കിട്ടും. അപ്പൊ FE 5 വരും. സോ അങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാം. ആക്ച്വലി ഇത് ഇക്വേഷൻ നമുക്ക് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്കത് കാണുമ്പോൾ തന്നെ ആൻസർ കിട്ടും. ഓപ്ഷനിൽ നോക്കി തന്നെ കിട്ടാം. ഓക്കെ, സോ എ കംപ്ലീറ്റ്ലി ഓക്കെ ഫൈൻ. അത് ക്ലിയർ ആണോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ അതില്? ഓക്കെ ആണ്. ഓക്കെ, 6th one, a completely transparent material will be invisible in vacuum where the refractive index is. ഒരു കംപ്ലീറ്റ്ലി ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ വാക്വത്തിൽ ഇൻവിസിബിൾ ആകണമെങ്കിൽ ആ മെറ്റീരിയലിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എത്രയായിരിക്കണം? 1 ആയിരിക്കണം. ബിക്കോസ് വാക്വത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമ്മൾ 1 എന്നാണ് എടുക്കുക. വാക്വത്തിനെ വെച്ചിട്ടാണ് നമ്മൾ ബാക്കി എല്ലാത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എടുക്കുക. ആക്ച്വലി എയറിന് നമ്മൾ 1 എന്നാണ് എടുക്കുക. പക്ഷെ എയറിന്റെ 1 അല്ല, 1.000 സംതിങ് ആണ്. സോ അതിനെയാണ് നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്ത് 1 എന്ന് എടുക്കുക. എയറിന്റെയും വാക്വത്തിന്റെയും നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ അതിനെ 1 എന്ന് എടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. വാക്വത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1 എന്നാണ് എടുത്തിട്ടാണ് ബാക്കി എല്ലാത്തിന്റെയും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമ്മൾ വിത്ത് റെസ്പെക്ട് ടു വാക്വം പറയുന്നത്. സോ ഒരു ട്രാൻസ്പെറന്റ് മെറ്റീരിയൽ ഇൻവിസിബിൾ ആകണം എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ഒരു റേ ഓഫ് ലൈറ്റ് ആ ട്രാൻസ്പെറന്റ് മെറ്റീരിയലിൽ കൂടെ പോകുമ്പോൾ റിഫ്രാക്ഷൻ സംഭവിക്കരുത്. സോ റിഫ്രാക്ഷൻ സംഭവിക്കരുതെങ്കിൽ വാക്വത്തിന്റെ അതേ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തന്നെ ആയിരിക്കണം ആ ട്രാൻസ്പെറന്റ് മെറ്റീരിയലിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും. സോ അതുകൊണ്ട് ഓപ്ഷൻ എ 1 ആണ് കറക്റ്റ് ആൻസർ. കിട്ടിയോ? അവിടെ എയർ വന്നു കഴിഞ്ഞാലും സെയിം തന്നെയല്ലേ വരുള്ളൂ? എയർ വന്നു കഴിഞ്ഞാലും സെയിം തന്നെ വരുള്ളൂ. ബിക്കോസ് നമ്മൾ എയറിന്റെ 1 തന്നെയാണ് എടുക്കുക. ഓക്കെ. So next question, for a prism, refractive index is 1.5. The angle of minimum deviation is equal to angle of the prism. Angle of minimum deviation is equal to angle of the prism. Then the angle of the prism will be. അങ്ങനെയാണെങ്കിൽ ആ പ്രിസത്തിന്റെ ആംഗിൾ എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമോ? യെസ്, ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. കിട്ടാത്ത ആൾക്കാരൊന്ന് ശ്രദ്ധിക്കുക. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുല refractive index of the prism, mu is equal to sin a plus dm by 2 divided by sin a by 2. നമ്മൾ വേറൊരു ഫോർമുല പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ മിനിമം ഡീവിയേഷനും റിഫ്രാക്റ്റീവ് ഇൻഡെക്സും ആംഗിൾ ഓഫ് ദ പ്രിസം ആണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനെ കണക്ട് ചെയ്തിട്ട് നമ്മൾ വേറൊരു ഫോർമുല പഠിച്ചിട്ടുണ്ടായിരുന്നു. dm minimum deviation is equal to refractive index minus 1 into a. Refractive index mu 21 minus 1 into a. ഈ ഫോർമുല നമ്മൾ ഇവിടെ ഉപയോഗിക്കത്തില്ല. കാരണം ഈ ഫോർമുല നമ്മൾ ഒരു അപ്രോക്സിമേറ്റഡ് കേസാണ്. തിൻ പ്രിസത്തിന്റെ കേസാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. ഫോർ എ പ്രിസം വിത്ത് സ്മോൾ ആംഗിൾ, പ്രിസത്തിന്റെ ആംഗിൾ വളരെ കുറവാണെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ഫോർമുല അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെയുള്ള ഒരു ഹിന്റും നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പ്രോബ്ലം ഉപയോഗിക്കാൻ, ഈ ഫോർമുല നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഓക്കെ,
സോ ബിക്കോസ് ഇത് ഭയങ്കര എളുപ്പമാണ് ഈ ഫോർമുലയിലിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുക്കാൻ. പക്ഷെ ഇവിടെ തിൻ പ്രിസം ആണെന്നോ അല്ലെങ്കിൽ സ്മോൾ ആംഗിൾഡ് പ്രിസം ആണെന്നോ ഒന്നും തന്നിട്ടില്ല. അതുകൊണ്ട് നമുക്കത് ഉപയോഗിക്കാൻ പറ്റില്ല. സോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.5 ആണ്. അതിന് ഞാൻ 3/2 എന്ന് എഴുതാണ്. 3/2 is equal to പിന്നെ എന്താ തന്നിട്ടുണ്ട്, മിനിമം ഡീവിയേഷൻ DM is equal to ആംഗിൾ ഓഫ് ദ പ്രിസം A എന്ന് തന്നിട്ടുണ്ട്. സോ ഇവിടെ നമുക്ക് സൈൻ A പ്ലസ് DM പകരം A തന്നെ കൊടുത്തു, ഡിവൈഡ് ബൈ സൈൻ A/2. സോ വിച്ച് ഇസ് ഈക്വൽ ടു സൈൻ, ഇവിടെ എന്ത് വരും, A പ്ലസ് A is 2A, 2A/2 എന്ന് പറയുമ്പോൾ ഇവിടെ സൈൻ A വരും, സൈൻ സൈൻ A/2. ഇവിടെ നമ്മൾ നേരത്തെ യൂസ് ചെയ്തിരുന്നത് ഫോർമുല തന്നെയാണ് യൂസ് ചെയ്യുന്നത്, വിച്ച് ഈസ് സൈൻ 2θ is equal to 2 sin θ cos θ. സോ സൈൻ θ അപ്പൊ എന്ത് വരും, ഇവിടെ 2θ ആയിരുന്നപ്പോ റൈറ്റ് സൈഡിൽ തീറ്റയാണ് വരുന്നത്, 2θ ഹാഫ്. അപ്പൊ ഇവിടെ തീറ്റ ആയിരുന്നപ്പോ തീറ്റയുടെ ഹാഫ് വരണം, വിച്ച് ഈസ് 2 sin θ/2 cos θ/2. സോ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 3/2 is equal to 2 sin A/2 cos A/2 divided by sin A/2. So sin A/2 and sin A/2 get cancels. Rearrange ചെയ്യുമ്പോൾ we get cos A/2 is equal to 3/4. A/2 is equal to cos inverse 3/4. So A is equal to 2 cos inverse 3/4. Okay, so the right answer is option A. മനസ്സിലായോ? ആർക്കെങ്കിലും കിട്ടാതെ ഉണ്ടോ? ഓക്കെ ഫൈൻ. നമ്മൾ ഇത് ഇങ്ങനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലാസ്സിൽ ഇല്ലാത്തവർ കൂടെ മനസ്സിലാവണം എന്നുള്ളത് കൊണ്ടാണ് സ്റ്റെപ്പ് ഇത്രയും എഴുതി പോകുന്നത്. നിങ്ങൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത്രയും സ്റ്റെപ്പിന്റെ ആവശ്യമില്ല, കാരണം നമുക്ക് ഫൈനൽ ആൻസർ ആണ് ഇമ്പോർട്ടന്റ്, സ്റ്റെപ്പിന് മാർക്കൊന്നും ഇല്ലാത്തതുകൊണ്ട്. സോ നമുക്ക് ഇത്രയും ടൈം കൺസ്യൂമിങ് അല്ലാതെ നമുക്കിത് അറിയാമെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. A ray of light is incident at an angle of 60 degree on one face of a prism, which has an angle of 30 degree. The ray emerging out of the prism make an angle 30 degree with the incident ray. The angle of emergence. ചോദ്യം ഒന്ന് വായിച്ച് മനസ്സിലാക്കിയിട്ട് ഒരു 1 മിനിറ്റിനുള്ളിൽ ഒന്ന് സോൾവ് ചെയ്യാൻ പറ്റുമോ നോക്കോ? നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് a ray of light is incident at an angle of 60 degree. Angle of incidence ആണ് അവര് 60 ഡിഗ്രി എന്ന് പറഞ്ഞിരിക്കുന്നത്. And angle of the prism, angle of incidence നമുക്ക് I എന്ന് എഴുതാം. I is 60 degree. Angle of the prism which is A, which is 30 degree. The ray emerging out of the prism, prismത്തിൽ നിന്ന് പുറത്തേക്ക് എമർജ് ചെയ്യുന്ന റേ മേക്സ് ആൻ ആംഗിൾ 30 ഡിഗ്രി വിത്ത് ദ ഇൻസിഡന്റ് റേ. ഇൻസിഡന്റ് റേയുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ 30 ഡിഗ്രി ആണ്. ഇൻസിഡന്റ് റേനെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ് പോകേണ്ടത്. ഈ ഇൻസിഡന്റ് റേയുമായിട്ട് എമർജന്റ് റേ ഉണ്ടാക്കുന്ന ഈ ആംഗിൾ ഇതാണ് 30 ഡിഗ്രി. ഓക്കെ, സോ വിച്ച് ഈസ് ആക്ച്വലി ദി ആംഗിൾ ഓഫ് ഡീവിയേഷൻ. ആംഗിൾ ഓഫ് ഡീവിയേഷൻ എന്ന് പറയുമ്പോൾ ഇൻസിഡന്റ് റേയും എമർജന്റ് റേയും തമ്മിലുള്ള ആംഗിൾ ആണ്. സോ ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ എന്നവർ ഡയറക്റ്റ്, മിനിമം ഡീവിയേഷൻ അല്ല, ആംഗിൾ ഓഫ് ഡീവിയേഷൻ എന്ന് പറയാതെ അവർ ഡയറക്റ്റ് പറയാതെ പറഞ്ഞിരിക്കുന്നത് ദ റേ എമർജിങ് ഔട്ട് ഓഫ് ദ പ്രിസം മേക്ക് ആൻ ആംഗിൾ 30 ഡിഗ്രി വിത്ത് ഇൻസിഡന്റ് റേ, വിച്ച് ഈസ് ദി ആംഗിൾ ഓഫ് ഡീവിയേഷൻ. സോ ആംഗിൾ ഓഫ് ഡീവിയേഷൻ 30 ഡിഗ്രി ആണ്. സോ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ആംഗിൾ ഓഫ് ദ പ്രിസം, ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ, ഇവരെ കണക്ട് ചെയ്യുന്ന ഫോർമുല which is angle of deviation is equal to angle of incidence plus angle of emergence minus angle of the prism.
നമുക്ക് ഇ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഹെൻസ് വി ഗെറ്റ് ഇ ഇസ് ഈക്വൽ ടു del plus a minus I. So 30 plus 30 minus 60, which is 0 degree. കിട്ടിയോ? സ്പീഡാണോ? മനസ്സിലാവുന്നില്ലേ? മനസ്സിലായി. ഓക്കെ. So next question ഇതാണ്. A convex lens of focal length 10 cm is combined with a concave lens of focal length 15 cm. Find the focal length of the combination. cm ആണോ? യെസ് 30 സെന്റിമീറ്റർ ആണ്. സോ നമുക്ക് ചെയ്ത് നോക്കാം. കോൺവെക്സ് ലെൻസും കോൺകേവ് ലെൻസും ഉണ്ട്. ആരുടെ ഫോക്കൽ ലെങ്ത് ആണ് നമ്മൾ പോസിറ്റീവ് എന്ന് എടുക്കുക? കോൺവെക്സിന്റെ ഫോക്കൽ ലെങ്ത് ആണ് പോസിറ്റീവ് എന്ന് എടുക്കുക. സോ F1 is equal to 10 and F2 is equal to -15. കോൺകേവിന്റെ നമ്മൾ -15 ആണ് നമ്മൾ എടുക്കുക. ഫോക്കൽ ലെങ്ത് കോമ്പിനേഷന്റെ ഫോക്കൽ ലെങ്ത് which is 1/f is equal to 1/f1 plus 1/f2. രണ്ട് ലെൻസ് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഫോക്കൽ ലെങ്തിന്റെ കോമ്പിനേഷൻ എഫക്റ്റീവ് ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഇതാണ്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ we will get 1/f is equal to 1/10 minus 1/50. So solve ചെയ്യുമ്പോൾ we get 15 minus 10, which is 5/150. So 1/f is equal to 1/30. So f is equal to 30. Okay, f is equal to 30 centimeter. ഇത് പറഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നൊരു ഓക്കെ, നിങ്ങൾക്ക് ഇത് കാണാവോ? ഇമേജ് ഫോർമേഷൻ ബൈ കോൺകേവ് ലെൻസ്. ക്വസ്റ്റ്യൻ നമ്പർ 5 ആണ് കാണുന്നത്. ആണല്ലേ? ഒന്ന് വരുമ്പോ പറയണേ. ക്വസ്റ്റ്യൻ നമ്പർ 5 നമ്മൾ 8 വരെ എത്തിയിട്ട് അത് കാണുന്നില്ലായിരുന്നോ? അല്ല, നേരത്തെ കാണുന്നുണ്ടായിരുന്നു. ഇപ്പൊ കാണുന്നത് ആ 5th ക്വസ്റ്റ്യന്റെ സ്ലൈഡ് ആണ്. ഓക്കെ, ഇപ്പൊ വന്നോ ഇമേജ് ഫോർമേഷൻ ബൈ കോൺകേവ് ലെൻസ്? ഇല്ല മാം. വന്നോ? ഓക്കെ മാം, കാണുന്നുണ്ട്. വന്നിട്ടുണ്ട് മാം. ഓക്കെ, ഇവിടുത്തെ ഒരു പ്രത്യേകത, കോൺകേവ് ലെൻസ് ഫോം ചെയ്യുന്ന ഇമേജ് എപ്പോഴും ഇൻ ഫ്രണ്ട് ഓഫ് ദ ലെൻസ് ആണ് ഫോം ചെയ്യുന്നത്. അതായത് ഒബ്ജക്റ്റ് നമ്മൾ വെക്കുന്നത് എപ്പോഴും ലെൻസിന്റെ ലെഫ്റ്റ് സൈഡിലാണ്, ഇമേജ് ഫോം ചെയ്യുന്നതും ലെഫ്റ്റ് സൈഡിലാണ്, അല്ലേ? സോ ഇവിടെ എന്താണ് കേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോഴും അതായത് ഒബ്ജക്ട് ഡിസ്റ്റൻസ് നമ്മൾ പോസിറ്റീവ് എന്നാണോ നെഗറ്റീവ് എന്നാണോ എടുക്കുന്നത്? നെഗറ്റീവ് എന്നാണ് എടുക്കുന്നത്. കാരണം ബിക്കോസ് നമ്മൾ എപ്പോഴും ലെൻസിന്റെ ലെഫ്റ്റ് സൈഡിൽ അല്ലെങ്കിൽ മിററിന്റെ ലെഫ്റ്റ് സൈഡിലെ നമ്മൾ ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്യുള്ളൂ. സോ നമ്മൾ എപ്പോഴും ഒബ്ജക്ട് ഡിസ്റ്റൻസ് നെഗറ്റീവ് എന്നാണ് എടുക്കുന്നത്. നമുക്ക് ഒബ്ജക്ട് ഡിസ്റ്റൻസ് വെച്ചിട്ട് ഇമേജ് ഡിസ്റ്റൻസ് കണ്ടുപിടിച്ച് വരാം. സപ്പോസ് ഒരു പ്രോബ്ലത്തിൽ നമുക്ക് ഇമേജ് ഡിസ്റ്റൻസ് തന്നിട്ട് ഒബ്ജക്ട് ഡിസ്റ്റൻസ് കാണുകയാണെന്ന് വെച്ചോ. ഇമേജ് ഡിസ്റ്റൻസ് തന്നിട്ട് ഒബ്ജക്ട് ഡിസ്റ്റൻസ് കാണുകയാണ്. സോ പ്രോബ്ലത്തിൽ പറയുന്ന ഡിവൈസ് കോൺകേവ് ലെൻസ് ആണെങ്കിൽ നമ്മൾ എപ്പോഴും വി നെഗറ്റീവ് എന്നേ എടുക്കുള്ളൂ. ബിക്കോസ് എപ്പോഴും ഇമേജ് ഫോം ചെയ്യുന്നത് ഒബ്ജക്റ്റിന്റെ അതേ സൈഡിൽ തന്നെ ആയിരിക്കും. കോൺകേവ് ലെൻസിന് ആ ഒരൊറ്റ കേസ് മാത്രമേ ഉള്ളൂ. ബാക്കി ലെൻസസിന്റെ കേസിൽ കേസസ് മാറി മറിഞ്ഞും വരും. ബട്ട്
കോൺകേവ് ലെൻസിന്റെ കേസിൽ എപ്പോഴും ഇമേജ് ഫോം ചെയ്യുന്നത് ഇൻ ഫ്രണ്ട് ഓഫ് ദി ലെൻസ് ആയിരിക്കും. അതായത് ഒബ്ജക്റ്റിന്റെ സെയിം സൈഡിൽ തന്നെ ആയിരിക്കും. സോ ഒബ്ജക്ട് ഡിസ്റ്റൻസ് നെഗറ്റീവ് ആണെങ്കിൽ ഇമേജ് ഡിസ്റ്റൻസും അവിടെ നെഗറ്റീവ് ആണ്. സോ കോൺകേവ് ലെൻസിന്റെ കേസിൽ എപ്പോഴെങ്കിലും കണ്ടുപിടിക്കുന്ന അങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ വരികയാണെങ്കിൽ വി തന്നിട്ടുണ്ടെങ്കിൽ ആ വിനെ നമ്മൾ നെഗറ്റീവ് എന്നേ എഴുതാവുള്ളൂ. ഓക്കെ, സോ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ.